إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും മരണസമയത്ത് മുസ്ലിങ്ങളായി ഈമാനുള്ളവരായി മുവഹിദുകളായി മരണം വരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ലോകത്തുള്ള പ്രബല മതവിശ്വാസികളൊക്കെയും അനുകരണീയമായ മാതൃക എന്ന നിലയ്ക്ക് സ്വീകരിക്കുന്ന ആദർശപിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം, എബ്നൈസർ, അബ്രഹാം എന്നീ പദങ്ങളിലൂടെ ഈ മതവിശ്വാസികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്താറുണ്ട്. വിശുദ്ധ ഖുർആനിൽ വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം ഈ 4 തലങ്ങളിലേക്കും അനുകരണീയമായ മാതൃകയായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒട്ടേറെ ഉദാഹരണങ്ങളാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വിവരം മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതവുമായി ആദർശപിതാവിന്റെ പാരമ്പര്യത്തെ തട്ടിച്ചു നോക്കുകയും സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് മില്ലത്ത് എന്ന പദമാണ്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ അലൈഹിസ്സലാത്തു വസ്സലാം മില്ലത്ത്. മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഏറെക്കുറെ സമാനമായ അർത്ഥം ഉപയോഗിച്ചുകൊണ്ട് ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നുപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അനുകരണീയമായ മാതൃകയുണ്ട് എന്ന് മലയാളത്തിൽ നമ്മളതിനർത്ഥം പറയാറുണ്ട്. മില്ലത്ത്, ഉസ്വത്ത് എന്ന ഈ 2 പദങ്ങൾ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിയിലേക്ക് ചേർത്ത് ഉസ്വത്ത് എന്നുപയോഗിക്കാത്തത് എന്നും
മുഹമ്മദ് നബിയുടെ മാതൃകയെക്കുറിച്ച് മില്ലത്ത് എന്ന് പറയാത്തത് എന്നുമുള്ള ചർച്ചകൾ ഭാഷാപരമായും മതപരമായും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ നിർവഹിക്കപ്പെട്ടതാണ്. മില്ലത്ത് എന്ന് പറയുന്നത് മതപാരമ്പര്യത്തെക്കുറിച്ച് ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ആ പദം പറയുക. അതോടൊപ്പം തന്നെ മതത്തിന്റെ വഴി, ആശയത്തിന്റെ വഴി എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് മില്ലത്ത് എന്ന് പറയുന്നത്. ഉസ്വത്ത് എന്ന് പറഞ്ഞാൽ പിന്തുടരേണ്ട മാതൃക എന്നതാണ്. ആ മാതൃക വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും സ്വീകരിക്കാവുന്നതാണ്. തന്റെ അനുചരന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന മാതൃക സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തി പറയുകയും ചെയ്യുന്ന അമുസ്ലിം വാക്കുകളിലുമൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുകരണീയമായ മാതൃകകളെ വിശദീകരിച്ചത് കാണാൻ കഴിയും. അഥവാ മില്ലത്ത് എന്ന് പറയുന്നതിൽ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണത്. ഉസ്വത്ത് എന്ന് പറയുന്ന പദത്തിൽ പെരുമാറ്റം വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും സ്വീകരിക്കാൻ കഴിയുന്ന വഴികൾ, ഇങ്ങനെയൊക്കെ ഭാഷാപരമായി വേർതിരിച്ചിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്തുടരാൻ ആവശ്യപ്പെടുന്ന ഇബ്രാഹിം നബിക്ക് ശേഷമുള്ള പ്രവാചകരോട് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്ന മതപാരമ്പര്യം, മില്ലത അബീക്കും, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മതപാരമ്പര്യമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് ആ പദത്തിന്റെ ഒരു പരിധിവരെ മലയാളത്തിൽ നൽകാൻ കഴിയുന്ന വിവക്ഷ. അല്ലാഹു അഅലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിവിധ സവിശേഷതകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അത് ദീർഘമായി പറയുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു ഖുതുബ പര്യാപ്തമല്ല. ചെറുതും വലുതുമായ 12 സവിശേഷതകൾ വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയതാണ്. ഒരു പ്രവാചകനെ കുറിച്ച് ഇത്രമേൽ സവിസ്തരമായ വിശദീകരണങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബിയിൽ മാത്രമാണ്. ഒരു നഗരത്തിന്റെ പിതാവ് എന്ന നിലയ്ക്ക് ഭരണം, അധികാരം, സമൂഹത്തിന്റെ നിർമ്മിതി തുടങ്ങിയ രംഗങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈക്കൊള്ളുന്ന അതിപ്രധാനമായ ചില നിലപാടുകളുണ്ട്. പുതിയ കാലത്തും സമകാലത്തും ഇബ്രാഹിം നബി ഒരു രാജ്യത്തെയും ഒരു രാഷ്ട്രത്തെയും കെട്ടിപ്പടുക്കുന്നതിൽ സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഏറെ അനുകരണീയമായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് കാണാൻ കഴിയും. ഒരു വിഷയം എന്ന നിലയ്ക്ക് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ ലോകത്ത് നിർവഹിക്കപ്പെട്ടത് ആഡം സ്മിത്തിന്റെയും മാൽത്തൂസിന്റെയും തത്വങ്ങളിലാണ്. ഒരു വിഷയം എന്ന നിലയ്ക്ക് മാത്രം സൂചിപ്പിച്ചതാണ്, അതിന്റെ പിന്നാലെ പോകാനല്ല. എങ്ങനെയായിരിക്കണം ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും ഒരു രാഷ്ട്രത്തെയും അധികാരമുള്ളവർ ക്രമീകരിക്കേണ്ടത് എന്നതിന് ഇബ്രാഹിം നബി സ്വീകരിച്ചിട്ടുള്ള അനുകരണീയമായിട്ടുള്ള ചില മാതൃകകളുണ്ട്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചര്യയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത്, നിലപാടുകളെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു നഗരപിതാവ് എന്ന നിലയ്ക്കുള്ള ഭാഷാപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണുന്ന ഒന്നാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്റെ വളർച്ചയെയോ ഉയർച്ചയെയോ ഒട്ടും പരിഗണിക്കാതെയുള്ള ഒരു സമീപനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ കാണാൻ കഴിയുന്നത്.
ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള അധികാര പങ്കുവെക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചരിത്രത്തിൽ അധികാരം ലഭിച്ചിട്ടുള്ള പ്രവാചകരെ കുറിച്ച് പറയുന്ന, ഭൗതികാധികാരം ലഭിച്ചിട്ടുള്ള പ്രവാചകരെ കുറിച്ച് പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരില്ല. പക്ഷെ എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, തന്നിൽ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്ത ആളുകൾക്കും സമൃദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്ന സൗകര്യമുണ്ടാകണം എന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, വജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഅ്വി ഇലൈഹിം. ഊഷരമായ ഒരു മരുഭൂമിയിൽ ഇരുന്നു കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നത്. വജഅൽ അഫ്ഇദതൻ മിനൻ നാസി. മതവ്യത്യാസമില്ലാതെ മനുഷ്യരെന്ന പരിഗണനയിൽ വരുന്ന ആളുകളുടെ എല്ലാം മനസ്സിനെ ഏറെ സമുദ്രമായ സുഖസമൃദ്ധമായ ഈ പ്രദേശത്തേക്ക് ആകർഷിപ്പിക്കണമേ പടച്ചവനെ. ഏതൊരു മനുഷ്യന്റെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒരു രാജ്യമെന്ന നിലയ്ക്കുള്ള പരിഗണനയിൽ വെച്ച് നോക്കുമ്പോ ഈ സമൃദ്ധിയുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഷാമിന്റെയും സിറിയയുടെയും ഇറാഖിന്റെയും മക്ക മദീനയുടെയും ഭാഗങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനത്തിന്റെ ഭാഗങ്ങൾ നിർവഹിക്കപ്പെട്ടത്. ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും ഇസ്ലാമിക സമൂഹത്തിൽ, ചരിത്രത്തിൽ അവിടെ ജീവിച്ചിട്ടുള്ള ആളുകൾ അനുഭവപ്പെട്ടിട്ടുള്ള, പിന്നീട് അനുഭവിച്ചിട്ടുള്ള, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ ഒരു ജീവിതമുണ്ട്. ഒന്നാമതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നൽ കൊടുക്കുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സമൃദ്ധി പ്രദാനം ചെയ്യണമേ എന്നതാണ്. പരാതികളും പരിവട്ടങ്ങളും ഇല്ലാതെ ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ, ഒരു ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തങ്ങളുടെ പ്രജകൾക്ക് സമൃദ്ധമായ ഒരുക്കങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയണം എന്നർത്ഥം. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് വളരെ സമാധാനപൂർണമായ ഒരു അവസ്ഥ ആ പ്രദേശത്ത് പ്രദാനം ചെയ്യണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തിരുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. അല്ലാഹുവേ, ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, അവർ വിശ്വാസികൾ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സുഖസൗകര്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വജഅൽ അഫീദതൻ മിനൻ നാസി തഅ്വി ഇലൈഹിം വർസുഖ്ഹും മിനത് തബറാത്ത്. ആളുകളുടെ മനസ്സിനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന സമൃദ്ധി നൽകുകയും അവർക്കെല്ലാ അർത്ഥത്തിലുമുള്ള ഭക്ഷണം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞതിന് നിബന്ധനയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് വിശ്വാസികൾക്കായിരിക്കണം അത് കൊടുക്കേണ്ടത് എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ തിരുത്തി. എന്റെ സമീപനം അങ്ങനെയല്ല. അല്ലാഹു എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ആളുകളുടെ ദൈവമല്ല. റഹ്മാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന കാരുണ്യമല്ല. റാസിഖായിട്ടുള്ള പടച്ചതമ്പുരാൻ, മുഅ്മിനായിട്ടുള്ള പടച്ചതമ്പുരാൻ, അഥവാ നിർഭയത്വം പ്രദാനം ചെയ്യുന്ന പടച്ചതമ്പുരാൻ, സലാം, അല്ലാഹുമ്മ അൻതസ് സലാം, സമാധാനം നൽകുന്ന പടച്ചതമ്പുരാൻ. ഈ മൂന്ന് സവിശേഷതകളെയും സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഖാല വമൻ കഫറ ഫഉമത്യഹു ഖലീല. ഖാല വമൻ കഫറ,
എന്നെ എതിർക്കുന്ന ആളുകൾക്കും ഞാൻ സൗകര്യം ചെയ്തു കൊടുക്കും. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ ഒരു തത്വമാണത്. തെറ്റിനോട് നമുക്ക് തെറ്റാം, പക്ഷെ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് തെറ്റരുത്. വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിലെ ഒരു അംഗമാണ്. തങ്ങളെപ്പോലെ തന്നെ വികാര വിചാരങ്ങളുള്ള ഒരു സൃഷ്ടിയാണ്. ഏതെങ്കിലും ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ തിന്മകൾ സംഭവിച്ചു എന്നത് ശരിയായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ തെറ്റിനോടും തെറ്റ് ചെയ്യുന്നവനോടും തെറ്റിയാൽ പിന്നെ അയാളെ വീണ്ടെടുക്കാൻ കഴിയില്ല. മക്കൾ ചെയ്യുന്ന തിന്മകളോട് മക്കളോട് വിരോധം കാണിക്കരുത്. തിന്മയോട് നമുക്ക് വിരോധമുണ്ടാകാം. മദ്യപാനിയായ ഒരാളോട് വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് വിരോധമുണ്ടാകരുത്. മദ്യപാനത്തോട് നമുക്ക് വിരോധമുണ്ടാകണം. ഉണ്ടായേ പറ്റൂ. എങ്കിലേ അവരെ വീണ്ടെടുക്കാൻ കഴിയൂ. ഒപ്പം കൂടി മദ്യപിച്ച് നടക്കണമെന്ന അർത്ഥത്തിലല്ല. ആ മനുഷ്യനോട് തെറ്റരുത് എന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. എന്നെ എതിർക്കുന്ന, എന്റെ ആശയത്തെ എതിർക്കുന്ന അവിശ്വാസികളായ ആളുകൾക്ക് ഞാൻ സൗകര്യങ്ങൾ നൽകും. ഭൗതികമായ വിഭവങ്ങൾ അവർക്ക് നാം പ്രദാനം ചെയ്യും. അധ്വാനിക്കുന്ന മനുഷ്യൻ അതിന്റെ ഫലം പടച്ചവൻ നൽകും. കൃഷി ചെയ്യുന്ന ഒരാൾ ദൈവനിഷേധിയാണെങ്കിലും അതിന്റെ ചട്ടവട്ടങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഫലഭൂയിഷ്ടമായി അവനത് പടച്ചവൻ തിരിച്ചു കൊടുക്കും. അത് പ്രകൃതിയുടെ നിയമമാണ്. മനുഷ്യനെന്ന നിലയ്ക്കുള്ള പരിഗണനയും മാനവികമായിട്ടുള്ള ചിന്തയും വർഗീയ വിരുദ്ധമായിട്ടുള്ള രീതിയും സ്വീകരിക്കുകയാണ് ഒരു രാജ്യത്തിന്, ഒരു പ്രദേശത്തിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടത് എന്ന ആശയത്തെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദാരിദ്ര്യമുക്തിയാണ്. പട്ടിണി കിടക്കുന്നവരും വിഷമിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ആ പ്രദേശത്തുണ്ടാകാൻ പാടില്ല. സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യന് സ്വാഭാവികമായും ഉണ്ടാകും. പ്രകൃതിയുടെ നിയമമാണത്. പക്ഷേ ആ സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് അവരുടെ ഉപജീവനം തടയപ്പെടാൻ പാടില്ല. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കെതിരെ വരാൻ പാടില്ല. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, വർസുഖ്ഹും മിനസ് സമറാത്ത്. ആ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നേരത്തെ ഉപയോഗിച്ച നാസ് എന്ന് പറയുന്നതിലേക്ക് ചേർത്താണ് ഈ ഭാഗം പറയുന്നത്. അവർക്കെല്ലാം പടച്ചവനെ നീ ഭക്ഷണം പ്രദാനം ചെയ്യണം. വിവിധങ്ങളായ ഫലവർഗ്ഗങ്ങൾ അവിടേക്ക് വരണം. ഈ പ്രാർത്ഥനയുടെ സാഫല്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷമുള്ള ജീവിതത്തിൽ ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, തന്നെപ്പോലെ തന്നെ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ഘടകങ്ങളിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂചന നൽകി. ഒന്ന്, ഒരു ഭൂമി എന്ന നിലയ്ക്ക്, ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അപ്പോൾ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള സ്വൈരവിഹാരത്തിന്റെ കേന്ദ്രമാകരുത് അത്. ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ഈ പ്രദേശത്ത് ഉപയോഗപ്പെടുത്താൻ സൗകര്യമുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ ഈ ഭാഗത്തെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ ദുർരിയത്തിനെ, എന്റെ കുടുംബത്തെ അല്ലാഹുവേ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കണമേ എന്ന്. വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. ഞങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥന സ്വീകരിക്കുകയും ഞങ്ങളുടെ മക്കളുടെ മക്കളെ, ശേഷം വരാനിരിക്കുന്ന തലമുറകളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യണമേ പടച്ചവനെ എന്ന്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു രീതിയെ
ഒരു സാമൂഹിക ക്രമത്തിൽ ഉണ്ടാകാൻ പാടില്ല. വ്യക്തിയായിരുന്നാലും കുടുംബമായിരുന്നാലും സമൂഹമായിരുന്നാലും ഇസ്ലാം മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആറാമത്തെ ഭാഗം വിശ്വാസപരമായ ശുദ്ധീകരണം ഉറപ്പുവരുത്താൻ കഴിയണം. ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളെ സ്വീകരിക്കാം. പക്ഷേ വിശ്വാസത്തെ ഒരു കാരണവശാലും ചൂഷണത്തിന്റെ മാർഗമായി സ്വീകരിക്കരുത്. വഅബ്ദുൽ അസ്നാം, വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് പടച്ച തമ്പുരാനെ എന്നെയും എന്റെ തലമുറയെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ കാണാം. ആത്മീയതയുടെ ചൂഷണം, വിശ്വാസപരമായ ചൂഷണം ഏതൊരു സമൂഹത്തിൽ നിലനിൽക്കുന്നുവോ അവിടെ സ്വൈരമായി മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ ഈ ആശയത്തെയാണ് മുന്നിൽ വെച്ചത്. ഒരടിമയും ഒരു ഉടമയും, ഒരടിമയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഉടമയുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാം. രണ്ടാമതൊരു ഉദാഹരണം, ഒരടിമ കുറെ ഉടമയുടെ കീഴിലാണ് ജീവിക്കുന്നത്. ഒരു മാനേജറുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി, കുറെ മാനേജർമാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി. ഇതിൽ സമാധാനം ആർക്കാണ് ലഭിക്കുക? ഒരാളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു പോകുമ്പോഴാണ് സമാധാനമുണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൃഷ്ടാവായ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുകയും വിശ്വാസപരമായ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത്, എന്നാൽ അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യത്തെ മനുഷ്യനെന്ന നിലയ്ക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഒരു പ്രദേശത്തുണ്ടായിരിക്കണം എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവിധങ്ങളായ അധികാരങ്ങൾ കടന്നുവരും. വ്യത്യസ്ത തലത്തിലുള്ള നേതൃത്വം, അമാനത്തും ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വരുന്നു. ഈ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും തുല്യമായി സ്വീകരിക്കാൻ കഴിയുന്നൊരു നിലപാടിലേക്ക് നമ്മുടെ ജീവിതത്തെ വളർത്തിയെടുക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാഠത്തിലൂടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر. നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. പ്രഭാതത്തെ പുലരിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നത് വലയാലിൻ അശർ, 10 രാത്രികളെ സംബന്ധിച്ചാണ്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ വലയാലിൻ അശർ എന്ന് പറയുന്ന 10 ദിനങ്ങളിലേക്ക് ചേർത്ത് ഖുർആൻ ഉപയോഗിച്ചത് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസത്തെ സംബന്ധിച്ചാണ് എന്ന് കാണാൻ കഴിയും. മുഹറം 10 എന്നും റമദാനിലെ അവസാനത്തെ 10 എന്നും അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായം ഈ ഭാഗമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പരാമർശങ്ങളിൽ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചാണ്. സഹീഹുൽ ബുഖാരി, സഹീഹുൽ ജാമിഅയിൽ ഈ ഭാഗത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം, ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന്. ബാക്കിയൊക്കെ ഏതെങ്കിലും തരത്തിൽ മോശമാണ് എന്നോ ശ്രേഷ്ഠമല്ല എന്നോ അർത്ഥത്തിലല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗം രേഖപ്പെടുത്തിയത് എന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ സന്ദർഭത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇജ്തിമാഉ ഉമ്മഹാത്തുൽ ഇബാദ, ആരാധനയിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണത്. അഥവാ ഉമ്മഹാത്തുൽ ഇബാദ എന്ന് പൊതുവിൽ ഉപയോഗിക്കാറുണ്ട്. അടിസ്ഥാന ഭാഗങ്ങൾ വഹിയ അസ്വലാത്ത്, അതൊന്ന് നമസ്കാരമാണ്, വസ്സിയാം നോമ്പാണ്, വസ്സദഖ ദാനധർമ്മമാണ്, വൽ ഹജ്ജ് ഹജ്ജാണ്. മറ്റേതൊരു ഭാഗത്തെ ചേർത്തു പറഞ്ഞാലും ഹജ്ജ് എന്ന് പറയുന്ന ഒന്ന് ദുൽഹിജ്ജയിൽ മാത്രമേ ചേർത്ത് കിട്ടുകയുള്ളൂ. അപ്പൊ ഇസ്ലാം കാര്യത്തിലെ ഏറ്റവും പ്രധാനമായതും ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതുമായ കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കപ്പെടുന്നത് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസമാണ് എന്ന്. ഒന്ന് നമസ്കാരമാണ്, 2 സിയാം അറഫാ ദിവസത്തിലെയും, അതേപോലെ തന്നെ ചില അഭിപ്രായങ്ങൾ അനുസരിച്ചുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസത്തെ നോമ്പിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും കാണാൻ കഴിയും. വസ്സദഖ, സദഖയെ വിശദീകരിക്കുന്നിടത്ത് സാധാരണയുള്ള സദഖയെ സംബന്ധിച്ചും പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണവും സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഉദഹിയത്തിനെ സംബന്ധിച്ചും ഈ ഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. വൽ ഹജ്ജ് ഹജ്ജ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി തംഹീദി. അതുകൊണ്ട് നിങ്ങൾ ഈ ആദ്യത്തെ 10 ദിവസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പ്രകീർത്തനങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, വൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളലു മിനൽ അമൽ ഫീ ഹാദിഹി ഖാലു വലൽ ജിഹാദ്. അല്ലാഹുവിന്റെ പ്രവാചകരെ ദുൽഹിജ്ജ ആദ്യത്തെ 10 അഫ്ളലുൽ അമൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങളുടെ സമയമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം ജിഹാദ്, ജിഹാദിനേക്കാൾ വലിയ ശ്രേഷ്ഠതയാണോ ഈ സമയത്തിനുള്ളത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് എന്നത്. ശ്രേഷ്ഠതയുടെ ഭാഗം പറയുമ്പോ അത് ചെയ്താൽ ഇത് എന്ന രീതിയിൽ അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്നത്. മറിച്ച് ഇതിന്റെ പ്രോത്സാഹനം നൽകുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പദപ്രയോഗങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് വളരെ വിശദമായി ഇത് സംബന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ട് പറയുന്നത്, സത്യവിശ്വാസിയായ ഒരാൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പവിത്രമായ ദുൽഹിജ്ജയെ സംബന്ധിച്ച് ഓർക്കുകയും ഹജ്ജിന്റെ സന്ദർഭത്തിൽ അത് നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾക്കും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സൗകര്യമനുസരിച്ചുകൊണ്ടും ഈ ശ്രേഷ്ഠമായ ദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നതാണ്. ഇതല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ, പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ചടങ്ങുകൾ, രീതികൾ, ആഹാര വിതരണ മാർഗങ്ങൾ, ഇങ്ങനെയൊന്നും ഹദീസുകളിലോ ഇസ്ലാമിക അധ്യാപനങ്ങളിലോ കാണാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ അത് നബിചര്യയ്ക്ക് വിരുദ്ധമായ കാര്യവും കൂടിയാണ്. അതുകൊണ്ട് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുകയും കഴിവിന്റെ പരമാവധി ആ ശ്രേഷ്ഠത ലഭിക്കുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്ന സത്യവിശ്വാസികളായി ജീവിതം ക്രമീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اعف المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. سبحانك رب العزة عما يصفون وسلام